പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കുമെതിരെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തെ പിന്തുണച്ചും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ചും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശം വിവാദമാക്കുന്നത് ബി.ജെ.പിയുടെ തന്ത്രമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഗ്നിവീർ, കർഷകരുടെ പ്രശ്നങ്ങൾ, പഴയ പെൻഷൻ പദ്ധതി തുടങ്ങി രാഹുൽ ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോഴും സജീവമാണ്. സർക്കാർ പുതിയതാണെങ്കിലും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നും അഖിലേഷ് വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA ഭൂരിപക്ഷം കുറഞ്ഞതിനെയും അദ്ദേഹം പരിഹസിച്ചു. ജനങ്ങൾ സർക്കാരിന്റെ അഹങ്കാരം തകർത്തെന്ന് അദ്ദേഹം തുറന്നടിച്ചു. പരാജയപ്പെട്ട സർക്കാരാണ് ഭരിക്കുന്നതെന്ന് ആദ്യമായി തോന്നുകയാണ്. ഈ സർക്കാർ മുന്നോട്ട് പോവില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൻ്റേത് ധാർമ്മിക വിജയമാണ്. അത് പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ വിജയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും തുറന്നുകാട്ടുന്ന പ്രസംഗമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ലോക്സഭയിൽ നടത്തിയത്. വിദ്വേഷവും അക്രമവും നടത്തുന്നവരെ ഹിന്ദുക്കളെന്ന് വിളിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രിയും ബി.ജെ.പിയും യഥാർത്ഥ ഹിന്ദുക്കളല്ലെന്നും രാഹുൽ തുറന്നടിച്ചു. രാഹുലിന്റെ പ്രസംഗം ഹിന്ദുക്കളെ അപമാനിക്കുന്നതാണെന്ന് പറഞ്ഞ് വിഷയം വർഗീയവൽക്കരിക്കാനാണ് ബി.ജെ.പി ശ്രമിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം.